ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ഇന്ന് നമുക്ക് ഒരു തോരൻ തയ്യാറാക്കാം. മുരിങ്ങാക്കായ കൊണ്ടാണ് അത് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാൻ 3 മുരിങ്ങാക്കോൽ എടുത്തിട്ടുണ്ട്. അധികം മൂക്കാത്ത മുരിങ്ങാക്കോലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിതുപോലെ കട്ട് ചെയ്ത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഇനി തോരൻ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങാക്കോൽ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ അത് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മളിത് തയ്യാറാക്കുന്നതിനായിട്ട് അധികം മൂക്കാത്ത മുരിങ്ങാക്കോലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നാലാണ് പെട്ടെന്ന് തന്നെ വെന്തും കിട്ടുള്ളൂ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവുള്ളൂ. ഇത് വേവായി വരുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് അരമുറി തേങ്ങ ചിരകിയതും അതിലേക്ക് 2 ചെറിയ അല്ലി വെളുത്തുള്ളിയും ഒരല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് ചതച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയം കൊണ്ട് മുരിങ്ങാക്കായൊക്കെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ ഒത്തിരി വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. ഈ ഒരു പാകത്തിനായിട്ട് വേണം എടുക്കാൻ. ഇനി ഇത് ഈ ചട്ടിയിൽ നിന്ന് കോരി മാറ്റിവെക്കാം. എന്നിട്ട് അതേ ചട്ടിയിലേക്ക് തന്നെ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഉണ്ട് കേട്ടോ, അതിട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും വേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ല എരിവുള്ള വറ്റൽമുളക് ചതച്ചതാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ മുളകും അതുപോലെ തന്നെ ഉള്ളിയും ഒക്കെ നല്ല പോലെ ഒന്ന് മൂത്ത് വരുന്ന ആ ഒരു പാകത്തിൽ എത്തുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരല്പം ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുരിങ്ങാക്കായ ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ല പോലെ ഈ എരിവൊക്കെ അതിലേക്ക് പിടിക്കുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കുണ്ടല്ലോ, വേണമെങ്കിൽ മുരിങ്ങാക്കോൽ ഇതുപോലെ തോരൻ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ കൂടെ ചക്കക്കുരുവോ അതുപോലെ ഉരുളക്കിഴങ്ങോ ഒക്കെ ചേർത്ത് തയ്യാറാക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. വീണ്ടും എല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോഴേക്കും മുരിങ്ങാക്കോൽ തോരൻ തയ്യാറായിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. മാത്രമല്ല, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.